പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആദ്യകാലങ്ങളിൽ പേരിൽ എന്തിരിക്കുന്നു തെറ്റിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തിരുത്താത്തത് കൊണ്ട് ഇന്ന് അനേകർ എന്നെ വിളിക്കുന്നത് സക്കറിയ സക്കറിയ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ തിരുത്താൻ സ്കറിയ തോമസ് എന്നാണ് ഫുൾ നെയിം. പിന്നെ നിങ്ങളെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. ഇനി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം റിസൾട്ടാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാനൊരു പാസ്റ്ററും കൂടിയാണ്. ഒരു 18-19 ദിവസം, 18-ാം തീയതിയാണ്, 19 ദിവസം മുമ്പ് അല്ലെങ്കിൽ 20 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററായതുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധാത്മാവേ, എൻ്റെ കിലോയിഡ് എന്ന് പറയുന്ന ഈ അസുഖം, കിലോയിഡ് എന്നുള്ള അസുഖത്തെ കുറിച്ച് കേട്ടത് എത്ര പേരുണ്ടെന്ന് കൈവെക്കാവോ? ആരും കേട്ടിട്ടില്ല. ഞാനിത് കാണിക്കാത്ത ഡോക്ടർമാരില്ല. LF-ലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്ന ബിന്ദു ഡോക്ടറെ, എൻ്റെ ഹാർട്ട് 2016 ഒരു സർജറി നടന്നതാണ്, ഓപ്പൺ സർജറി. ജോഷാക്കോ പെരിയപ്പുറം ടീമാണ് അത് നടത്തിയത്. ഇന്ന് എനിക്ക് ഇത്തിരി ദുഃഖമുണ്ട്. അന്ന് ഈ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സർജറി ആവശ്യമായിരുന്നില്ലായിരുന്നു. എനിക്കറിയാം സാമ്പത്തികമായി അത്ര ശേഷിയുള്ള ഒരാളല്ല. എങ്ങനെയെങ്കിലും അത് സർജറി കഴിഞ്ഞു. അതിനുശേഷം ആ സർജറി കഴിഞ്ഞ ഭാഗത്ത് ചിലപ്പോൾ മുറിവുള്ള ഭാഗത്ത് ചെറിയ ചെറിയ മുഴകൾ വരും, നെയ് കഷ്ണം പോലെ. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ മുഴ കഷ്ണം പോലെ ഇങ്ങനെ വന്നു. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഭാഗത്ത് വല്ലാത്ത വേദന തുടങ്ങി, ചൊറിച്ചിൽ തുടങ്ങി. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയുള്ളായിരുന്നു. കാരണം എന്നെ അകത്തേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു പ്രതീതിയാണ്. ആ വേദനയും ചൊറിച്ചിലും അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നോക്കി, ഒത്തിരി ഡോക്ടർമാരെ കണ്ടു നോക്കി. പിന്നെ ഓൺലൈനിൽ ഞാൻ ചില പ്രൊഡക്റ്റുകളൊക്കെ വരുത്തി. അതായത് ഈ വെളുത്തുള്ളി എസൻസ്, മഞ്ഞളിൻ്റെ എസൻസ്, പിന്നെ ലിക്വിഡ് രൂപത്തിലുള്ള വൈറ്റമിൻ D, പിന്നെ ചെറുതൻ, ഇതെല്ലാം കൂട്ടിക്കലർത്തി 45 ദിവസം പുരട്ടിയാൽ ഇത് മാറുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതനുസരിച്ച് ഓൺലൈനിലൂടെ അതൊക്കെ പൈസ, നല്ല പൈസ കൊടുക്കണം, ഒക്കെ വരുത്തിയിട്ട് 45 ദിവസം ഞാൻ പുരട്ടിയപ്പോൾ ഈ ഉള്ളിയുടെ ഈ വെളുത്തുള്ളിയുടെ എസൻസ് നല്ല പൊള്ളലുള്ളതാണ്. ഈ വേദനയോടൊപ്പം പൊള്ളലും കൂടി ആയപ്പോൾ ഞാൻ ഒരു വല്ലാത്ത പരുവത്തിലായി. നിങ്ങൾക്ക് ശരിയല്ലേ, ഞാൻ വളരെ കഷ്ടമാണ്. എന്നിട്ട് അവസാനം ഞാൻ ഒരു ദിവസം, ഈ 20 ദിവസം മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ പ്രാർത്ഥിച്ചു, ഇതെല്ലാം ചെയ്തു നോക്കി, എനിക്ക് ഇതുവരെ ഒരു സൗഖ്യം, എനിക്ക് വേദനയാണ്. രാത്രി അത് എനിക്ക് 24 മണിക്കൂർ വേദനയാണ്, അത് ഇടയ്ക്കിടയ്ക്കല്ല. പിന്നെ രാത്രി ഉറങ്ങുന്ന വെച്ചാൽ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് ഞാൻ തിരിഞ്ഞ് കിടക്കും. ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും, അപ്പം ഉറങ്ങും. ചിലപ്പോൾ വലത് സൈഡിലേക്ക് തിരിഞ്ഞെടുക്കണം, ചിലപ്പോൾ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞെടുക്കണം, ചിലപ്പോൾ കമന്ന് കിടക്കണം. അങ്ങനെയൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഈ പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഉൽപ്പന്നം എന്ന് പറയാൻ കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റിജോ കൈതാരനും, പിന്നെ എൻ്റെ കറുവച്ചിയിലുള്ള, ഞാൻ കറുവച്ചിയിൽ താമസിക്കുന്ന എൻ്റെ വീട് കരടിയാണ്. അപ്പോൾ ഈ എൻ്റെ ഒരു സ്നേഹിതൻ അഡ്വക്കേറ്റ് സജീവും, പിന്നെ മറ്റൊരു ജോണി എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ ബയോട്രോൺ ഗ്രൂപ്പിലുള്ള ലീഡറാണ്, ആ സഹോദരിയും കൂടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ട് വരികയാണ്. സജീവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ എനിക്ക് പുഷ്പി ചേച്ചി, എൻ്റെ ഭാര്യയുടെ പേര് പുഷ്പി എന്നാണ്, പുഷ്പി ചേച്ചി ഒന്ന് കാണാനാണ്. ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു 2 മാസം മുമ്പ്. അങ്ങനെ വന്നു. ഇവിടെ വരുമ്പോഴാണ് ഈ ബയോട്ടോറിയം ആയിട്ടുള്ള ബന്ധവുമായിട്ട് വന്നിരിക്കുക. അങ്ങനെ അവർ ഇതിനെപ്പറ്റി, എനിക്ക് സയൻസ് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ വിശദീകരണം, റിജോ സാറിൻ്റെ വിശദീകരണമൊക്കെ എനിക്ക് ഉള്ളിൽ വളരെയധികം പിടിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് കൈ പൊങ്ങിയിട്ട് ചില വർഷമായി, ഇങ്ങനെ പൊക്കാനും പറ്റില്ല, പുറകിലേക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ ഉടനെ എന്നെ ജോമി മാഡം എന്ത് ചെയ്തു, ഞാൻ തുറക്കാതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ആ വാട്ടർ എനർജി പാട് ഇവിടെ കിട്ടിക്കൊടുത്തു. അതിനുശേഷം പിന്നെ സംസാരിച്ചു. അപ്പോൾ മാഡം ചോദിച്ചു, ഇപ്പം എന്തെങ്കിലും അനുഭവം ഉണ്ടോ ചോദിച്ചു. ഒരു ചെറിയ തരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, ആ വേദന ഇപ്പോൾ ഈ ചെവിയുടെ അവിടേക്ക് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് റിസൾട്ടാന്ന് പറഞ്ഞു.
പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലൊറ്റ പൊക്കലും ഈ വെറുതെ ഇങ്ങനെ ഒരു പൊക്കലും ഇതിലേക്ക് തിരിക്കും. അപ്പൊ നമ്മുടെ ഭാര്യമാർക്ക് ഒരു സുഖവും സൗഖ്യം കിട്ടുന്നതാണ് ശരിയായി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുടെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് പുള്ളിക്കാരത്തിക്ക് വേണ്ടി ഒരു പ്രീമിയം സൂപ്പർ പ്രീമിയം എന്ന് പറഞ്ഞാൽ 10,700 വാങ്ങി. കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ എന്നോട്. പക്ഷെ ആ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. 5-ാം തീയതിക്കുള്ളിൽ 150 PV തികച്ചാൽ ആ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാൽ വിന്നറാകും, ഗിഫ്റ്റ് വിന്നർ ആകും എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും 5-ാം തീയതിക്ക് മുമ്പ് 3-ാം തീയതി ഞാൻ ഗിഫ്റ്റ് വിന്നറായി. എനിക്ക് അതിൻ്റെ ഫലമായിട്ട് 9,800 ഒരു പ്രൊഡക്റ്റ് കിട്ടി. മാത്രമല്ല എൻ്റെ അക്കൗണ്ടിലേക്ക് 1,025 രൂപ വന്നു. പക്ഷേ 1,025 രൂപയിൽ 1,004 രൂപയുള്ളൂ. കാരണം അതിൻ്റെ GST പിടിച്ചിട്ട് തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിലുള്ള പൂർ വൈറ്റ് മണിയാണ്. അവിടെ പേടിക്കാനൊന്നും. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയെങ്കിലും ഞാനാണ് ആദ്യം ഉപയോഗിച്ചത്. കാരണം ഹെൽത്ത് ഇഷ്യൂസ് എനിക്കാണ് കൂടുതലുള്ളത്. പുള്ളിക്കാരത്തി സമയം കിട്ടുമ്പോൾ എൻ്റെ കിടക്കയിൽ വന്ന് കിടക്കും. പകൽ ചിലപ്പോൾ ഒന്ന് കിടക്കും. പിന്നെ മാട്രസ് പാടൊക്കെ ഉപയോഗിക്കും, വെള്ളം ഉപയോഗിക്കും. ഞാൻ കൃത്യമായി ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ട്. പക്ഷെ ചിലപ്പോൾ നെഗറ്റീവും വരാം, അതും ഒരു റിസൾട്ടാണ്. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി. അധികം താമസിക്കാതെ ഏത് ദിവസമെന്ന് എനിക്കറിയില്ല, എൻ്റെ കിലോയിൻ്റെ ആ അസുഖം പൂർണ്ണമായി അറിയുകയാണ്. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.